ജീവിതത്തിൽ തെരഞ്ഞെടുപ്പുകൾ, ഓരോ സ്റ്റെപ്പും നീക്കങ്ങൾ നമ്മൾ നടത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നീങ്ങുന്നത്? നമ്മുടെ ബുദ്ധി, നമ്മുടെ ആലോചനകൾ, നമ്മുടെ സാധ്യതകൾ നമ്മളെല്ലാം ഉപയോഗിക്കും. എന്നാൽ ഈശോ തമ്പുരാൻ ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എങ്ങനെയാണ് പ്രതികരിച്ചത് കാണാം. ലൂക്കാ സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യം. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് കയറി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തലന്മാരെന്ന് പേര് നൽകി. ഒരു രാത്രി മുഴുവൻ അവൻ ദൈവവുമായി ചെലവഴിക്കുന്നു. അവൻ മലയിലേക്ക് കയറുന്നു. എന്താണ് സൂചന നൽകുന്നത്? സ്നേഹമുള്ളവരെ, നമ്മുടെ നീക്കങ്ങൾ പാഴായി പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ തെരഞ്ഞെടുപ്പ് ചിലപ്പോൾ ഫലം നൽകാതെ പോകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഈ ബന്ധം, ഈ മലയിലേക്കുള്ള കയറ്റം, ഈ രാത്രി ദൈവവുമായുള്ള ചെലവഴിക്കൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോ നീക്കങ്ങളും ചുവടുവെപ്പും അനുഗ്രഹമായി തീരാനുള്ള കുറുക്കു വഴി ഈ നോമ്പിൻ്റെ കാലയളവിൽ സ്വർഗം പരിചയപ്പെടുത്തുകയാണ്. ഒരല്പം സമയം അവനുമായി ഇരിക്കാൻ, അവനോട് ആലോചന ചോദിച്ച് മുൻപോട്ട് പോകാൻ തയ്യാറായാൽ നിന്റെ ഓരോ നീക്കങ്ങളും ചുവടുവെപ്പും അനുഗ്രഹമാകും. ഈ പ്രഭാതവും അനുഗ്രഹമായി തീരട്ടെ. ആമേൻ.